പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ട് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എക്സസൈസുകൾ കാണുക. എന്നാലേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ പോർഷൻസും പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ട് മനസ്സിലാക്കി പോവുക. അപ്പോൾ നിങ്ങൾക്ക് മാത്സ് വളരെ ഈസി ആയിരിക്കും. നിങ്ങൾ പഠിക്കാത്ത ടൈപ്പിലുള്ള പോർഷൻസാണ് നിങ്ങൾക്ക് 11th കേട്ടോ. അപ്പം നന്നായി ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ട് ഓരോ ചാപ്റ്ററുകളും ബേസ് മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ആരും മറന്നു പോകരുത്. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ സെറ്റ്സ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് സെറ്റ് എന്ന് പറയണം. നമ്മുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. എന്താണ് സെറ്റ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻസിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ദ കളക്ഷൻ ഓഫ് ഓൾ ദി മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. അപ്പോൾ ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മന്ത്സ് എഴുതാനാണ്, അതിൻ്റെ കളക്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ നമുക്ക് എഴുതാം? ജെ വെച്ചുള്ളത് ജാനുവരി ഉണ്ട്, പിന്നെന്താണ്, ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്. ഈ 3 മാത്രമേ ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുള്ളൂ. അപ്പോൾ ആരെഴുതിയാലും, ഞാൻ എഴുതിയാലും നിങ്ങൾ എഴുതിയാലും എല്ലാം നിങ്ങൾ എന്ത് തന്നെ എഴുതത്തുള്ളൂ? ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 3 മന്ത്സ് മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതെന്താണ്? ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ. Therefore this is a set. The second one, the collection of 10 most talented writers of India. ഇന്ത്യയിലെ 10 most talented writersൻ്റെ കളക്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എഴുതുമ്പം എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും 10 പേരുടെ പേരെഴുതും. നിങ്ങൾ എഴുതുമ്പം നിങ്ങൾക്കിഷ്ടമുള്ള 10 പേരുടെ പേരെഴുതും. അപ്പോൾ അത് രണ്ടും ഒരേപോലെ ആയിരിക്കുമോ? അല്ല. ഒരാൾ എഴുതുന്നതും അടുത്ത ആൾ എഴുതുന്നതും എന്ത് ചെയ്യും? വേരി ചെയ്തു വരും അല്ലേ. അപ്പം ഇത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണോ? അല്ല. അതുകൊണ്ട് ഇതെന്തല്ല? ഇതൊരു സെറ്റല്ല. അപ്പോൾ എന്തെഴുതാം? ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. ഇറ്റ് വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. Therefore ദിസ് ഈസ് നോട്ട് എ സെറ്റ്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദി വേൾഡ്. വേൾഡിലെ 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ്റെ ടീമിനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വേൾഡിലെ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ എനിക്കിഷ്ടമുള്ള 11 എഴുതും, നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 11 എഴുതും. അപ്പോൾ ഇത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. ഓരോരുത്തരും എഴുതുന്ന അനുസരിച്ച് എന്ത് ചെയ്യും? വേരി ചെയ്യും. അപ്പോൾ ഇത് എന്തല്ല? വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. എന്തെഴുതാം? ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. ഇറ്റ് വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. Therefore this is not a set. അതായത് നമ്മൾ ഈ സെക്കൻഡ് വണ്ണിന് എഴുതിയത് തന്നെ നിങ്ങളിവിടെ എന്ത് ചെയ്യണം? എഴുതിക്കണം. ഞാൻ എഴുതി വെറുതെ സമയം കളയുന്നില്ല കേട്ടോ. അതായത് ഈ സെക്കൻഡ് വണ്ണിൽ എഴുതിയ ആൻസർ തന്നെ നിങ്ങളിവിടെ വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നിങ്ങളിത് എഴുതണം കേട്ടോ. അടുത്തത്, ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ബോയ്സിൻ്റെയും കളക്ഷൻ. ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ 15 ബോയ്സ് ഉണ്ടെങ്കിൽ ആ 15 ബോയ്സിൻ്റെയും കളക്ഷൻ. അത് നിങ്ങൾ എഴുതിയാലും വേറൊരാൾ എഴുതിയാലും എന്ത് തന്നെ വരും? സെയിം പേരുകൾ തന്നെ വരും. ചിലപ്പോൾ പേരുകളുടെ ഓർഡർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് വന്നാലും 15 പേരുടെയും പേര് ആ കളക്ഷനകത്ത് കാണും. അപ്പോൾ അതെന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷനാണ് അല്ലേ. അപ്പോൾ എന്തെഴുതാം? ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ. Anyone can identify number of boys in class. Therefore this is a set. അടുത്ത ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. അപ്പം 100-നെക്കാട്ടിൽ കുറവായിട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും കളക്ഷൻ. അപ്പോൾ എന്ത് വരും? ആരെഴുതിയാലും 1, 2, 3 തൊട്ട് 99 വരെ വരും. അത് ആരെഴുതിയാലും ഈ ഒരു സെയിം ആൻസർ തന്നെ കിട്ടത്തുള്ളൂ. ഇതെന്താണ്? ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ. Therefore this is a set. അടുത്തത്, എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദി റൈറ്റർ മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് എഴുതിയ നോവൽസിൻ്റെ
കളക്ഷൻ. അപ്പം മുൻഷി പ്രേംചന്ദ് എഴുതിയ നോവൽസ് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നോവലുകൾ മാത്രമേ കളക്ഷനകത്ത് വരത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്, ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. അപ്പോൾ എന്തെഴുതാം, ഇറ്റ് ഈസ്, നിങ്ങൾ എഴുതിക്കോണേ, വെൽ ഡിഫൈൻഡ് കളക്ഷൻ. എനിവൺ ക്യാൻ ഐഡൻറ്റിഫൈ എ നോവൽ വിച്ച് ബിലോങ് ടു ദിസ് collection, therefore this is a set. അതുകൊണ്ട് ഇതൊരു സെറ്റാണ്. ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഈവൻ ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈവൻ ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം, പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ -6, -4, -2, 0, 2, 4, 6, 8 എക്സെട്ര ഇങ്ങനെ വരും അല്ലേ. എല്ലാ ഈവൻ ഇൻറ്റിജേഴ്സും വരും, പോസിറ്റീവും നെഗറ്റീവും വരും. ആരെഴുതിയാലും ഇങ്ങനെ തന്നെയായിരിക്കും വരിക. അപ്പോൾ ഇതെന്താണ്, വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. ദെയർഫോർ ഇറ്റ് ഈസ് എ സെറ്റ്. മനസ്സിലായല്ലോ. അടുത്ത ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനുകളുടെ കളക്ഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനുകളുടെ കളക്ഷൻ എഴുതാൻ പറഞ്ഞാൽ എല്ലാവരും എഴുതുമ്പോൾ ഒരേപോലെ ആയിരിക്കും വരിക അല്ലേ. എല്ലാം ഒരേപോലെ തന്നെ വരും ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും എടുത്തു കഴിയുമ്പോൾ അല്ലേ. അപ്പോൾ എന്തെഴുതാം, ദിസ് ഈസ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ. എനി സ്റ്റുഡൻറ്റ് ക്യാൻ ഐഡൻറ്റിഫൈ ക്വസ്റ്റ്യൻ ബിലോങ് ടു ദിസ് ചാപ്റ്റർ. അപ്പോൾ എന്താണ്, അപ്പോൾ റീസൺ നിങ്ങളിവിടെ ഞാൻ ഈ പറഞ്ഞത് എഴുതിക്കോണം കേട്ടോ. ദെയർഫോർ ഇറ്റ് ഈസ് എ സെറ്റ്. അതുകൊണ്ട് ഇതൊരു സെറ്റാണ്. ലാസ്റ്റ് വൺ, എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ഓഫ് ദി വേൾഡ്. വേൾഡിലെ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ കളക്ഷൻ. അപ്പോൾ മോസ്റ്റ് ഡേഞ്ചറസ്, ഇപ്പോൾ എനിക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഡേഞ്ചറസ് ആകണമെന്നില്ല. നിങ്ങൾ വേറൊരെണ്ണമായിരിക്കും എഴുതുക. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, വേരി ചെയ്യാം. അതുകൊണ്ട് ഇതെന്തല്ല, ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. ദെയർഫോർ ദിസ് ഈസ് നോട്ട് എ സെറ്റ്. ഇതൊരു സെറ്റല്ല. അപ്പോൾ എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ഓഫ് ദി വേൾഡ് എന്തല്ല, ഒരു സെറ്റല്ല. റീസൺ എന്തെഴുതാം, ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്, ഇറ്റ് വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ദിസ് ഈസ് നോട്ട് എ സെറ്റ്. ഇതൊരു സെറ്റല്ല. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. Let A is equal to 1, 2, 3, 4, 5, 6. Insert the appropriate symbol epsilon or not epsilon in the blank space. അപ്പോൾ ഇത് എപ്സിലോൺ എന്ന് പറയുന്ന ഇതിനെ നമ്മൾ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്, ബിലോങ്സ് ടു അല്ലേ. ഇത് ഡസ് നോട്ട് ബിലോങ്. അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റ് തന്നിട്ടുണ്ട്. A is equal to 1, 2, 3, 4, 5, 6. അപ്പോൾ 5 എന്താണ്, എയിലുള്ളതാണോ അല്ലയോ എന്ന് നമ്മളിവിടെ എഴുതണം അല്ലേ. അപ്പോൾ 5 സെറ്റ് എയിലുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം, 5 ബിലോങ്സ് ടു എ. 8 ഉണ്ടോ, ഇല്ല, 6 വരെയുള്ളൂ അല്ലേ. അപ്പോൾ 8 ഡസ് നോട്ട് ബിലോങ് ടു എ. അടുത്തത് 0 ഉണ്ടോ, ഇല്ല. അപ്പോൾ 0യും ഡസ് നോട്ട് ബിലോങ് ടു എ. അടുത്തത് 4 ഉണ്ടല്ലേ, 4 ബിലോങ്സ് ടു എ. 2 ഉണ്ട്, 2 ബിലോങ്സ് ടു എ. 10 ഇല്ല. അപ്പോൾ 10 ഡസ് നോട്ട് ബിലോങ് ടു എ. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.